ഗായ്സ് വണ്ടി പറഞ്ഞു ഫസ്റ്റ് തന്നെ പോയിട്ട് ഇവിടെ പോയി ഇടിച്ചു വന്നു. വണ്ടി ഉള്ളിൽ നിന്നൊക്കെ ജമ്പ് ചെയ്ത് കേട്ടോ. ഏതാണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഒരു കിണ്ണ സാധനം ഉണ്ടോ നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ പുതിയൊരു xmaxxും കൂടി എടുത്തേക്കാണ്. മുതല് ഇന്നലെ എത്തിയിട്ടുള്ളൂ. വണ്ടി ഉണ്ട്, വലിയ ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ xmaxxിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അൺബോക്സ് നേരത്തെ ചെയ്തേക്കണ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പഴയ xmaxx അവിടെ ഇരിക്കുന്നുണ്ട്. പഴയ xmaxx ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയത് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് xmaxx. അപ്പോൾ അത് ഫ്രണ്ട് ചെറിയൊരു ഇഷ്യൂ ഇട്ട് അവിടെ ഇട്ടേക്കണേണ്. അപ്പോൾ അത് നന്നാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാണാം. xmaxx 30V 8S. കുറേ വർഷം മുമ്പാണ് ഞാൻ ഇതിൻ്റെ കുറച്ചാൾ മുമ്പാണ് ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി തന്നെയാണിത്. ബോഡി xmaxx ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അടിപൊളി. ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ xmaxx ഇങ്ങനെ ഇരിക്കുന്നതാണ്. അടിപൊളി കളറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കിടിലൻ കളറാണ്. ഇതിൻ്റെ ഉള്ളിൽ റിമോട്ട് ഉണ്ട്, കുറച്ച് ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബോക്സ് ഇതാണ്, ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി xmaxxനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. xmaxx വേൾഡിലെ തന്നെ മോസ്റ്റ് പവർഫുൾ വണ്ടി, അല്ല മോസ്റ്റ് റിലയബിൾ വണ്ടിയാണ് കേട്ടോ. വേൾഡിൽ തന്നെ ഇത് ഇരിക്കണമല്ലോ. 1 മിനിറ്റ് ഗൈസ്. xmaxxനെ കുറിച്ച് പറയാനാണെങ്കിൽ വേൾഡിൽ തന്നെ ഏറ്റവും ബെറ്റർ കാർ എന്ന് വേണമെങ്കിൽ xmaxxനെ കുറിച്ച് നമുക്ക് പറയാം. xmaxx അത്രയും പെർഫോമൻസും അത്രയും റിലയബിളുമാണ്. സ്പീഡ് വൈസ് നോക്കിയിട്ടല്ല, ഇതിൻ്റെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് നമുക്ക് അധികം പണി വരാത്ത, അധികം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ ബെറ്ററായിട്ട് ഓടിക്കാൻ പറ്റുന്ന, ഏതിൽ കൂടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ ബുൾഡോഗ്, നമ്മുടെ ബുൾഡോഗിനെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞുള്ളൊരു വണ്ടിയാണ്. അതേ ഒരു ഷെയ്പ്പാണ് xmaxxനുള്ളത്. അതൊരു മോൺസ്റ്റർ ലുക്കാണ് വണ്ടിക്കുള്ളത്. അങ്ങനെ എല്ലാ ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയണ പോലെ ഉള്ള ഒരു വണ്ടിയാണ്. അതായത് നമുക്ക് ഭയങ്കര റിലയബിളാണ് വണ്ടി. വലിയ പ്രശ്നങ്ങളൊന്നും ഇത് കാണിക്കില്ല. അത്രയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മറ്റേ വണ്ടി നമ്മുടെ കയ്യിൽ. നമ്മൾ ചവിട്ടി പൊളിച്ച് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. പക്ഷേ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ചെറിയ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുള്ളൂ. ടയർ കംപ്ലൈൻ്റ് ആവുക, അതൊക്കെ എവിടെയെങ്കിലും കണ്ട് പൊട്ടിപ്പോകുന്നതൊക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റ് ആ സാധനത്തിൽ വന്നിട്ടില്ല. വേറെ ലെവല് സാധനമാണ് xmaxx എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന സാധനമാണ് കേട്ടോ xmaxx. പക്ഷേ xmaxx കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ വില കുറവാണ്. നമ്മൾ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രാക്സിൻ്റെ പാർട്സുകൾ വില കുറവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിയുടെ ബോഡിയിൽ റോൾ കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോഡി ഇതുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ബോഡിയൊക്കെ നമ്മുടെ പഴയ വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതെ ഇതിനകത്ത് വരുന്നത് സ്റ്റോക്ക് കണ്ടീഷൻ ESC ആണ്. സ്റ്റോക്ക് കണ്ടീഷൻ ESC മോട്ടർ എല്ലാം കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് കുറച്ച് ചെളിയൊക്കെ ഇരിപ്പുണ്ട്. സെർവോ വരുന്നുണ്ട്. ഷോക്ക് കാര്യങ്ങൾ, ഷോക്ക് നല്ല കിഡിന സസ്പെൻഷനാണ്. അപ്പോൾ ബാക്കിൽ റോൾ കേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി റോൾ കേജാണ്. പിന്നെ ഈ ബെമ്പറൊക്കെ കുറച്ച് ബാക്കോട്ട് ഞെങ്ങിയൊക്കെ പോവും. അതോടെ തന്നെ നല്ല റിലയബിളാണ്. വണ്ടി ഇടിച്ചതിനൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതിങ്ങനെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഓൾറെഡി വണ്ടി മൊത്തം പ്ലാസ്റ്റിക്കാണ് ബിൽഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫുൾ പ്ലാസ്റ്റിക്കാണ്. മെറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നത് ഗിയർസ്, അതുകൊണ്ട് ഡ്രൈവ് ഷാഫ്റ്റ്സ്, ഉള്ളിലെ ഡ്രൈവ് ഷാഫ്റ്റ്, മെറ്റൽ ഗിയർസൊക്കെയാണ്. സെൻട്രൽ ഡിഫ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് മെറ്റൽ വരുന്നത്. ബാക്കി എല്ലാ പാർട്സും ഇവർ പ്ലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയുടെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ലൈറ്റ് വെയിറ്റാണ്. അതായത് വണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും വേണം. വണ്ടി ലൈറ്റ് വെയിറ്റ് ആക്കിയേക്കുന്നതിൻ്റെ കാരണം നല്ല പെർഫോമൻസ്, നല്ല സ്പീഡ്, പിന്നെ വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റൂല. നമ്മളൊരു വെയിറ്റുള്ള കട്ടിയുള്ള സാധനം എടുത്തെറിയണതും
അല്ല എടുത്ത് പോയി ഇടിക്കുന്നതും കുറച്ചും കൂടി വെയിറ്റ് കുറഞ്ഞ സാധനം പോയി ഇടിക്കുന്നതിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും. എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ, എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നിയേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും ലൈറ്റ് വെയിറ്റ് അയക്കുന്നത്. ബാക്കിയുള്ള വണ്ടികൾ, ഇത്രയും വലിയ വണ്ടികൾ വരുന്നത് ഭയങ്കര വെയിറ്റാണ്. ഈ വെയിറ്റുള്ള വണ്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജമ്പൊക്കെ എടുക്കാൻ നേരത്ത് നല്ല വന്നിട്ട് അടിക്കുമ്പോൾ അതിന് പരിക്കുകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള വണ്ടി, ഇപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ മോഡലുണ്ട്, 8s ഔട്ട്കാസ്റ്റ് 8s ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ പറയണത്. 8s ഒക്കെ ഉണ്ട്, അതിനൊക്കെ ഓവർ വെയിറ്റാണ്, ഇത്രയും ഇതിനേക്കാളും വെയിറ്റാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ലോസി പെട്രോൾ വണ്ടി ഉണ്ട്, അതും ഓവർ വെയിറ്റാണ്. പക്ഷേ അത് നമ്മളങ്ങനെ ജമ്പ് എടുക്കാനൊന്നും ഉപയോഗിക്കാത്ത വണ്ടിയാണ്. അത് പെട്രോൾ പർപ്പസ്, അത് അങ്ങനെ ഓടിക്കുകയും ബാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനല്ല, ജമ്പ് എടുക്കാനില്ല. പക്ഷേ ഓൾ റൗണ്ടറായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് എക്സ്മാക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ടിട്ട്, ഇതിൻ്റെ റിമോട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതാണ് റിമോട്ട്. ഇതിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇത് സ്റ്റോക്ക് ESC ആണ് കേട്ടോ നമ്മുടെ ഇതിനകത്തുള്ളത്. സ്റ്റോക്ക് ESC, സ്റ്റോക്ക് മോട്ടർ. ഇത് ഫാൻ വരുന്നതാണ്, മോട്ടർ ഹീറ്റ് ആകുമ്പോൾ ഫാൻ വരുന്നതാണ്. അത്ര പെർഫോമൻസ്. ഇത് 8s ഓടുന്ന വണ്ടിയാണ്. 8s, അതായത് 8s എന്ന് പറയുമ്പോൾ ഒരു 32 വോൾട്ട് ഇതിനകത്ത് ഇട്ടാൽ മാത്രമാണ് വണ്ടി ഓടുള്ളൂ. 32 വോൾട്ട് എടുക്കും. അത്രയും പെർഫോമൻസ് തരുന്ന അത്രയും പെർഫെക്റ്റ് വണ്ടിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ വണ്ടിയിൽ നമ്മൾ ഈ സ്റ്റോക്ക് ഇത് മാറ്റിയേക്കണേണ്. പഴയ വണ്ടിയിൽ ഇത് നമ്മൾ ഇതിനകത്ത് ESC മാറ്റിയേക്കണാണ് കേട്ടോ. കല്ലൊക്കെ കയറിയിട്ടുണ്ട്. ESC ഇത് ഹോബിങ്ങിൻ്റെ പെർഫോമൻസ് ESC വച്ചേക്കുന്നതാണ്. ഇത് മോട്ടർ മാറ്റിയിട്ടില്ല, നമ്മൾ ESC മാത്രമേ ഇതിനകത്ത് മാറ്റിയിട്ടുള്ളൂ. ഇത് നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ 4 വർഷമായി. അത്രയും നമ്മൾ ഉപയോഗിച്ചു. നല്ല പെർഫെക്റ്റ് കിഡിലം വണ്ടിയാണ്. ഇപ്പോഴും നമ്മൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കാനാണ്. ജസ്റ്റ് ഇതിനകത്ത് അപ്പോൾ ഇതൊന്നും ഒടിഞ്ഞുണ്ട്, അത് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ടാൽ മാത്രം മതി. അത് ഞങ്ങൾ ഷോക്ക് ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഷോക്ക് മാത്രമേ ഉപയോഗിക്കാൻ പോവുള്ളൂ. പിന്നെ ഇതിൻ്റെ സർവോ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ഈ വണ്ടി ഓൾ റൗണ്ടർ പെർഫെക്റ്റ് ആണ്. എല്ലാ സർവീസും കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നോക്കണ്ട, വണ്ടി എപ്പോഴും നല്ല ഹൈ സെറ്റപ്പിൽ നമ്മൾ പണിതാണ് വച്ചേക്കുന്നത്. വണ്ടി സർവീസ്, ഗിയർ, ബെയറിങ്സ്, എല്ലാ ബെയറിങ്സും പുത്തനാണ്. ഈ വണ്ടി എങ്ങനെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ഇതിനകത്ത് ചെളി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കൂട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന വണ്ടികൾ എപ്പോഴും നമ്മൾ സർവീസ് ചെയ്ത് ബെറ്റർ ആയിട്ടേ വെക്കുള്ളൂ. അതായത് ഇതിനെക്കുറിച്ചുള്ള എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പണിയുക എന്നുള്ളതിൽ ആരും ചിന്തിക്കാറില്ല. ഇതിനൊരു മെയിൻ്റെനൻസ് ഉണ്ടെന്നുള്ളത്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടെന്നുള്ളതും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും RC കാർ ചോദിക്കും എൻ്റെ അടുത്ത് വരുന്ന മോസ്റ്റ് കമൻസിൽ, വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഓൾറെഡി ഈ വണ്ടിക്ക് ഉണ്ട് നിലവിൽ. പക്ഷെ അത് നമ്മൾ US നിന്ന് എവിടെ നിന്നാണോ അവരുടെ ട്രാക്സിസ് ബ്രാൻഡിൻ്റെ അവരുടെ നിന്ന് എടുക്കുമ്പോൾ മാത്രം അവർക്ക് ഗ്യാരണ്ടി അവർ കൊടുക്കും. പക്ഷേ ഈ ഗ്യാരണ്ടി നമ്മളിപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുപോയി വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഈ വണ്ടി അങ്ങോട്ട് അയച്ചു കൊടുത്താലാണ് അവർ ഗ്യാരണ്ടി നമുക്ക് തരുള്ളൂ. അപ്പോൾ ഈ വണ്ടി നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വേറെ വരും. കൊറിയർ ചാർജ്, പിന്നെ റിട്ടേൺ അയക്കുന്നതിൻ്റെ ചാർജ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ വണ്ടി ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ പകുതി വില മേളിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന് എന്തും സംഭവിക്കാം. നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുത്തുന്നുള്ളൂ, പുതിയ വണ്ടി എടുത്ത് പിറ്റേ ദിവസം കംപ്ലൈൻ്റ് ആവും. അങ്ങനെ കംപ്ലൈൻ്റ് ആയ ചരിത്രമുണ്ട്. അതായത് ഇതിൻ്റെ ESC ഒക്കെ നമ്മൾ പിറ്റേ ദിവസം അടിച്ചു ഇതാണ്. പിന്നീട് അതിൻ്റെ ഒരു ഇഷ്യൂ വന്നു തന്നെ മൊത്തം ട്രാക്സസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന അവർ റീകോൾ ചെയ്ത വണ്ടിയാണ് ഇതുപോലത്തെ വണ്ടികൾ. പക്ഷെ നമുക്ക് ഇവിടുന്ന് അവർ മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുത്തെ അതിൻ്റെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ESC ഒക്കെ മാറി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എക്സ്മാക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഒക്കെ കാണാം. നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇടാം. ഇതിന് നമ്മൾ 8s ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബാറ്ററി 5000 mAh 65C ബാറ്ററിയാണ്. നമ്മൾ അതിനകത്ത് 120C ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്തുള്ളത്. ഇപ്പോൾ ഇത് ഫുൾ ചാർജാണ്. ഞാൻ ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കണക്ടർ. ഇത് XT60 കണക്ടറാണ്. ഇതിൻ്റെ ഒറിജിനൽ കണക്ടർ ഇതല്ല കേട്ടോ. ട്രാക്സിസിൻ്റെ ഒറിജിനൽ കണക്ടർ ഇതല്ല വരുന്നത്, വേറെ കണക്ടറാണ് വരുന്നത്. അപ്പം നമുക്ക് ഇത് ബാറ്ററി ഇങ്ങനെ ഇട്ടിട്ട് ഈ ട്രേയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെക്കാം. ഇതാണ് ബാറ്ററി ട്രേ. അപ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ ഒന്ന് കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ.
ഇത് കണക്ട് ചെയ്യുക, ബാറ്ററി ഓണാക്കുക. ഇതാണ് TQI റിമോട്ട്. ട്രാക്സസിൻ്റെ മെയിൻ റിമോട്ടാണ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അത് ഇവിടെ ഈ മൊഡ്യൂളൊക്കെ മാറ്റണം. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, വണ്ടി ഓൺ ആയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. സ്റ്റീറിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ xmaxxന് മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലിപ്പ്ലെസ് ബോഡിയാണ് കേട്ടോ. ക്ലിപ്പൊന്നുമില്ല, ഇതുപോലത്തെ ലോക്കാണ്, ലോക്ക് സിസ്റ്റമാണ്. അത് ഫസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ എല്ലാ നെട്ടുകളും കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. ഇതാണ് ടൈറ്റിങ് ടൂൾ കേട്ടോ. ഗായ്സ്, വണ്ടി പറഞ്ഞു ഫസ്റ്റ് തന്നെ പോയിട്ട് ഇവിടെ പോയി ഇടിച്ചു വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വണ്ടി ഉള്ളിൽ നിന്നൊക്കെ ജമ്പ് ചെയ്ത് കേട്ടോ. ഓ സെറ്റ്. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ എടുക്കണത്. ഒന്നും പറയാനില്ല കേട്ടോ. നല്ല രസമാണ് വണ്ടി കാണാൻ. കിട്ടരം പെർഫോമൻസും തരും. ഓക്കെ, നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. പോവാം. ശരിക്കും ഒരു ബുൾഡോഗ് പോണവർ പോവും. എന്തോ വെള്ളമാണ്, വെള്ളത്തിലിടാൻ തോന്നല്ല. കാര്യം ഫസ്റ്റത്തെ നമ്മൾ xmaxx വന്നപ്പോൾ ഫസ്റ്റ് പോയിട്ട് വെള്ളത്തിലാണ് ഇട്ടത്. ഇതിൻ്റെ കളർ കോമ്പിനേഷനും അഴുക്കാക്കാൻ തോന്നല്ല കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ വണ്ടി അഴുക്കാക്കണ പരിപാടി മാത്രമേ ഉള്ളൂ. ഏതാണ്ട് സൗണ്ട് ഒക്കെ ഉണ്ട്. എന്ത് സൗണ്ടാണെന്നൊക്കെ അറിയാം. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് എൻ്റെ സൗണ്ട് കേൾക്കും. എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ നേരത്തെ വണ്ടി ഉണ്ടായിരുന്നപ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലെ വണ്ടിയുടെ ടയറിന് xmaxx അയച്ചു. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഈ പിന്ന് പുറത്തടിക്കിടക്കാണ്. ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ഗാഡിയിൽ നിന്ന് ഇവിടെ ഒരു പിന്നുണ്ട്. ആ പിന്ന് പുറത്തടി കിടന്നിട്ടാണ് സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ പഴയ xmaxxന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മയിട്ടുണ്ടായില്ല, കുറേ കൊല്ലമായി, അതുകൊണ്ട് ഓർമ്മയിട്ടുണ്ടായില്ല. ഇപ്പം അത് നമുക്ക് മനസ്സിലായി. ഈ സാധനം പുറത്തടി കിടക്കണോണ്ടാണ് സൗണ്ട് കേൾക്കണത്. ഓക്കെ എന്നുള്ളത്. ഓ പോണോക്കെ ഇപ്പുറത്തോട്ട് പോണേ. പണ്ട് ഒന്നും പറഞ്ഞ ഒച്ച ഉണ്ടാക്കണ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക്. വെറുതെ വീലാവണം പറഞ്ഞാൽ വെറുതെ വീലാവണം. ഒരു രക്ഷയില്ല. ഐ കുറേ നാളായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. മഴയുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വീഡിയോ എടുക്കാം. ഇനി വീഡിയോസിലൊക്കെ ഫുൾ റിയൽ വീഡിയോസ് ആയിരിക്കും കേട്ടോ. കട്ടിങ് ഒന്നും ഉണ്ടാവില്ല. ഫുൾ ഇരുന്ന് കാണാൻ പറ്റുന്നവർക്കൊക്കെ ഇരുന്ന് കാണാം. ഓണോക്ക് എന്താ രസം. മാരക പെർഫോമൻസ് പറഞ്ഞാൽ മാരക പെർഫോമൻസ്.
പിടിച്ചു. മഴ തരാണ് തെന്നുണ്ട്. കണ്ട തെന്ന കണ്ട. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. ഗായ്സ് പൊളി. കുറെ നാളായിട്ട് xmaxx ഒക്കെ ഓടിച്ചിട്ട്. നമുക്ക് ഞങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റൂട്ടോ. കണ്ട സിമ്പിളായിട്ട് കയറണണ്ട അതിൻ്റെ ഉള്ളിലേക്കൊക്കെ. ഒരു വീല് കൊടുക്കാം. ഓ മാൻ, മഴയുണ്ട്. ഓ പുല്ലൊക്കെ ചെത്തി. ഗായ്സ് അപ്പം നമ്മുടെ xmaxx ഒരു രക്ഷയില്ല. പെർഫോമൻസ് ബേസ്ഡ് ആയാലും എന്ത് ബേസ്ഡ് ആയാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ xmaxx. ഓ എന്താ മുതലെന്ന് നോക്കി. വെർത്ത് മുതലെന്ന് പറഞ്ഞാണ്ടല്ലോ, വെർത്ത് മുതലാണ്, ഒന്നും പറയാനില്ല. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു xmaxx എടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ xmaxx നമുക്ക് മുതലാവും. അത് അങ്ങനെയാണ് xmaxx നമുക്ക് ഉപയോഗിക്കാൻ പറ്റണത്. എന്താ പറയുക. അപ്പോൾ ഇതിൻ്റെ ഇനി പെർഫോമൻസ് വീഡിയോസ് ഇനിയും വരാം. അടുത്തൊരു വണ്ടി കൂടി വന്നിട്ടുണ്ട്, 2 വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത ദിവസം തന്നെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു അഗൈൻ.